വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. എൻവലപ്പ് എന്ന സെക്ഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ 1 പാരാമീറ്റർ ഫാമിലി ഓഫ് കർവ്സിൻ്റെ എൻവലപ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് 2 പാരാമീറ്റർ ഫാമിലിയുടെ എൻവലപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എൻവലപ്പ് ഓഫ് 2 parameter family connected by a relation. 2 parameter family എന്ന് വെച്ചാൽ there are 2 parameters in that. ഇപ്പോൾ നമ്മൾ ഒരു സർക്കിൾ എടുക്കുമ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ x മൈനസ് some c the whole square c1 the whole square plus y minus c2 the whole square is equal to some r square എന്നാണെന്ന് വെച്ചോളൂ. ഹിയർ ഈ c1 c2 എന്നുള്ളത് രണ്ട് പാരാമീറ്റേഴ്സാണ്. r വേറൊരു പാരാമീറ്ററാണ്. ഇവിടെ ഈ r എന്നുള്ള പാരാമീറ്റർ സിയെ ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുകൂടെ സങ്കല്പിക്കും. ഇങ്ങനെയുള്ള കേസുകളിൽ ഒന്നിലധികം പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പ്രഷൻ കണ്ടെത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫാമിലീസിനെയാണ് 2 പാരാമീറ്റർ ഫാമിലീസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ c1 ഒരു പാരാമീറ്ററാണ്. നമ്മൾ ഒറിജിൻ എക്സുമായിട്ട് ബന്ധപ്പെട്ട എക്സിൻ്റെ ഒറിജിൻ മാറ്റാം, വൈയുടെ സെൻറ്റർ ഒറിജിൻ മാറ്റാം, റേഡിയസും മാറാം. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി എ 3 പാരാമീറ്റർ ഫാമിലി. ഹിയർ c1 c2 ഓൾ ആർ പാരാമീറ്റേഴ്സ്. c1 ചേഞ്ച് ചെയ്യാം, c2 ചേഞ്ച് ചെയ്യാം, ആറും ചേഞ്ച് ചെയ്യാം. സോ ദിസ് ആക്ച്വലി എ 3 പാരാമീറ്റർ ഫാമിലി. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 2 പാരാമീറ്റർ ഫാമിലിയാണ്. സോ വിച്ച് മീൻസ് ദർ ആർ 2 പാരാമീറ്റേഴ്സ് ആൻഡ് ഓൾസോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 പാരാമീറ്റർ ഫാമിലിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള 2 പാരാമീറ്റേഴ്സും തമ്മിൽ ഒരു റിലേഷൻ കാണും. അങ്ങനെയുള്ള ക്ലാസ് ഓഫ് എക്സ്പ്രഷൻ്റെ റിലേഷനാണ്, എൻവലപ്പിൻ്റെ കണ്ടീഷനാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ സപ്പോസ് ദ 2 പാരാമീറ്റർ ഫാമിലി, 2 parameter family of curves involving parameters c1 and c2 is phi of x comma y comma c1 comma c2 is equal to 0. നമുക്കിതാണ് നമ്മൾ 2 പാരാമീറ്റർ ഉള്ള ഒരു ഫാമിലി ഓഫ് കർവ്സിൻ്റെ എക്സ്പ്രഷൻ വിത്ത് another relation. So parameters are connected by the relation f of c1 c2 is equal to 0. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് x by a plus y by b is equal to 1 എന്ന് പറയുന്ന ഫാമിലി ഓഫ് കർവ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിത്ത് എ കണ്ടീഷൻ ദാറ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് സി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എയും ബിയും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കർവും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല എയും ബിയും കണക്ട് ചെയ്യുന്നൊരു എക്സ്പ്രഷനുമുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഫാമിലീസിനെയാണ് 2 പാരാമീറ്റർ ഫാമിലി വിച്ച് ഈസ് കണക്റ്റഡ് ബൈ where the parameters are connected by some other expression. Okay, so ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ടത് c2 എന്നുള്ളത് c1 c2 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് വെച്ചാൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് c2 ഡിപ്പെൻഡ്സ് അപ്പോൺ c1 എന്ന രീതി കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ c1 ആസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. And c2 depends upon c1.
C2 C1നെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എഫ് ഓഫ് C1 C2 എന്ന് വെച്ചാൽ C1ഉം C2ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ C1ഉം C2ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് C1 എന്നുള്ള വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അത് വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. C2വിനെ നമ്മൾ C1നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വേരിയബിൾ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ എൻവലപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി സോ വി ഹാവ് ഇക്വേഷൻ 1. ദിസ് ഈസ് ഇക്വേഷൻ 1. ദിസ് ഈസ് ഇക്വേഷൻ 2 വിച്ച് ഈസ് ഗിവൺ. നൗ നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടെ ചെയ്യണം, കണ്ടെത്തണം. സോ നമ്മൾ ആദ്യം dy/dx എന്ന് എടുക്കുമ്പോൾ സാധാരണയായിട്ട് x is the independent variable and y depends upon x എന്നുള്ളതാണ്. Here the parameters are C1 and C2 and C1 is the independent variable, C2 depends upon C1. So നമ്മൾ with respect to C1 ൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് with respect to C1. സോ എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു C1 എടുക്കുമ്പോൾ ബാക്കി എല്ലാ വേരിയബിൾസും കോൺസ്റ്റൻ്റ് ആണ്, എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണ്. സോ ഡോ ഫൈവ് ബൈ ഡോ C1, കാരണം ഡോ ഫൈവ് ബൈ എക്സിൻ്റെ വേരിയബിളും ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇനി C2 എന്നുള്ളത് C1നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഡോ ഫൈവ് ബൈ ഡോ C2 into dou C2 by dou C1 is equal to 0. Okay, so which is actually നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു C1-ലല്ല പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു C1 ചെയ്യുമ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു C2-ൽ ചെയ്യണം, C2നെ വിത്ത് റെസ്പെക്ട് ടു C1 ചെയ്യണം, കാരണം C2 ഡിപ്പെൻഡ്സ് അപ്പോൺ C1. ഈ റിലേഷൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ റിലേഷൻ വി വിൽ ഒബ്റ്റെയിൻ ഇൻ ദ നെക്സ്റ്റ് എക്സ്പ്രഷൻ. സോ ഇക്വേഷൻ 1നെ പാർഷ്യലി ഡെറിവേറ്റീവ് എടുത്തപ്പോഴാണ് ഇത് കിട്ടിയത്. സിമിലർലി ഇക്വേഷൻ 2നെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ C1. സോ അതിൻ്റെ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ C1. ഇനി അടുത്തത് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു C2-ൽ കാണണം. ഓക്കെ, C2 ഡിപ്പെൻഡ്സ് അപ്പോൺ C1. സോ ചെയിൻ റൂൾ വെച്ച് ഡോ എഫ് ബൈ ഡോ C2 ടൈംസ് ഡോ C2 ബൈ ഡോ C1. സോ ഡോ എഫ് ബൈ ഡോ C2 ഇൻറ്റു ഡോ C2 ബൈ ഡോ C1. കാരണം ഇവിടെ എഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ C1 ആൻഡ് C2 ആൻഡ് C2 ഡിപ്പെൻഡ്സ് അപ്പോൺ C1. സോ എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ C2, ഹിയർ ഡോ C2 ബൈ ഡോ C1. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. സോ ഇനി ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് 4 എക്സ്പ്രഷൻ കിട്ടി. സോ ദ തിങ് ഈസ് നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ നമ്മൾ പാരാമീറ്റേഴ്സ് എലിമിനേറ്റ് ചെയ്യുന്നു. സോ എലിമിനേറ്റിംഗ് C1, C2 from equation 1 and 2 using 3 and 4. നമുക്ക് എക്സിലും വൈയിലുമുള്ള എക്സ്പ്രഷൻ കിട്ടും. സോ അങ്ങനെ കിട്ടുന്ന എക്സ്പ്രഷനാണ് ഇക്വേഷൻ ഓഫ് ദ എൻവലപ്പായിട്ട് കൺസിഡർ ചെയ്യുക. സോ ദ തിങ് ഈസ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അത് C1 C2 പാരാമീറ്റേഴ്സ് കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ, അതിനെ വിത്ത് റെസ്പെക്ട് ടു C1-ൽ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 എക്സ്പ്രഷനൂടെ കിട്ടും. അതിൽ നിന്ന് C1ഉം C2ഉം എലിമിനേറ്റ് ചെയ്ത് കളയുക, അപ്പോൾ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ് എക്സ്പ്രഷൻ ഡിറ്റർമൈൻസ് the envelope of the 2 parameter family of curves connected by a specific relation.